പ്രിയപ്പെട്ടവരെ, നമസ്കാരം. രജിസ്ട്രേഷൻ ഇല്ലാതെ RSSനെ കർണാടകയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന മാസ് ഡയലോഗ് തേഞ്ഞൊട്ടിയതിനു ശേഷം പ്രിയങ്ക് ഖാർഗെ 21 തീയതി ജൂലൈ 21 കോടതിയിൽ ഹാജരാകണം, RSSനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ അതിൻ്റെ കോടതിയിൽ ഹാജരാകാനുള്ള ഉത്തരവ് കൈക്കിട്ടിയതിൻ്റെ ക്ഷീണം മാറും മുമ്പേ പ്രിയങ്ക് ഖാർഗെ അടുത്ത മാസ് ഡയലോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഡയലോഗ്, ആ മാസ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം RSS റൂട്ട് മാർച്ചിന് മുൻകൂട്ടി അനുവാദം വാങ്ങിയിരിക്കണം എന്നാണ്. എൻ്റെ പൊന്ന് ഖാർഗെയുടെ മകനെ, RSS റൂട്ട് മാർച്ച് നടത്തുന്നത് അത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ താലൂക്ക് തലത്തിലോ ഇനിയും അതിന് താഴെയുള്ള ഏതെങ്കിലും തലത്തിലാണെങ്കിൽ ആ റൂട്ട് മാർച്ചിനും ആ റൂട്ട് മാർച്ചിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിക്കും കൃത്യമായി അധികാരികളോട് സംസാരിച്ച് അനുമതി വാങ്ങി രേഖാമൂലം അറിയിപ്പ് കൊടുത്ത് അനുമതി കിട്ടിയതിന് ശേഷമാണ് ആ പരിപാടി നടക്കുന്നത്. താങ്കൾ ഒരു മന്ത്രിയായിരുന്നിട്ട് പോലും ഈ കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് അറിയില്ല എങ്കിൽ താങ്കളുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞു തരുന്നൊരു കാര്യമാണിത്. അതുപോലും താങ്കൾക്ക് അറിയില്ല, ഒരു മന്ത്രിയായിട്ടും അറിയില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. ഇനി ഈ മാസ് ഡയലോഗ് അടിച്ചതിൻ്റെ പേരിൽ താങ്കളുടെ ട്രസ്റ്റിന് കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള ഭൂമി, ആ ഭൂമിയുടെ കുംഭകോണം ഇല്ലാതെയാവുകയില്ല. ആകെയുള്ള ഒരു ഗുണം, ഇങ്ങനൊരു പ്രസ്താവന കൊണ്ട് കർണാടകയിലെ RSS വിരുദ്ധരായിട്ടുള്ള കുറച്ച് ആളുകളുടെ കയ്യടി കിട്ടും എന്നേ ഉള്ളൂ. അപ്പോൾ താങ്കൾ ഇനിയും പോയിട്ട് RSSനെതിരെ അടുത്ത മാസ് ഡയലോഗുമായിട്ട് വരൂ. അപ്പോൾ വീണ്ടും കാണാം. നമസ്കാരം.